സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ചോദ്യമാണ് പ്രോബ്ലം നമ്പർ 1. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം സമാന്തര ശ്രേണികൾ രൂപീകരിക്കുന്നത് ആദ്യ പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടി എഴുതിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൽ ആദ്യ പദം 24ഉം രണ്ടാമത്തെ പദം 42ആണ്. അപ്പം ഇനി മൂന്നാം പദവും നാലാം പദവും എഴുതണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ അറിയണം, പൊതുവ്യത്യാസം അറിയണം. അതായത് രണ്ടാം പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് മൂന്നാം പദവും അതിനോട് വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് നാലാം പദം കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം എന്താണെന്ന് അറിയാൻ മാത്രമേ അത് ഈ ശ്രേണി പൂർത്തിയാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം അറിയണമെങ്കിൽ എന്ത് വേണം, ഒരു ശ്രേണിയിലെ രണ്ട് പദങ്ങൾ തൊട്ടടുത്ത് രണ്ട് പദങ്ങൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ പൊതുവ്യത്യാസം കണ്ടെത്തുക? അതായത് പദത്തിൽ നിന്ന് തൊട്ട് മുന്നത്തെ പദം കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് പൊതുവ്യത്യാസം ഡി എന്ന് കിട്ടുന്നത് അവിടെ 42 രണ്ടാമതും തന്നിട്ടുണ്ട്. ഈ 42ൽ നിന്ന് ഒന്നാം പദമായിട്ടുള്ള 24 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 18 എന്ന് പൊതുവ്യത്യാസം കിട്ടും. ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം 18 ആകുമ്പോൾ നമുക്ക് ശ്രേണി എങ്ങനെ പൂർത്തിയാക്കാം? ആദ്യ പദം 24 പിന്നെ 42 അതിനോട് കൂടി പൊതുവ്യത്യാസമായിട്ടുള്ള 18 കൂട്ടുമ്പോൾ 60 വീണ്ടും 18 കൂട്ടുമ്പോൾ 78. അങ്ങനെ ആ ശ്രേണി 24, 42, 60, 78 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, ആദ്യ പദം തന്നിട്ടില്ല, രണ്ടാം പദം 24, മൂന്നാം പദം 42, നാലാം പദം അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം കിട്ടണം. പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ തൊട്ടടുത്ത രണ്ട് പദങ്ങൾ കൂടെ അറിയാം, 24 അറിയാം, 42 അറിയാം. സ്വാഭാവികമായിട്ടും പൊതുവ്യത്യാസം കിട്ടാൻ 42ൽ നിന്ന് 24 അല്ലെ 42ൽ നിന്ന് 24 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, പൊതുവ്യത്യാസം കിട്ടും, ഡി കിട്ടും. അപ്പോൾ നമുക്ക് ആ ശ്രേണി അങ്ങനെ പൂർത്തിയാക്കാം. 42 നിന്ന് അത് രണ്ടാമതും 24ആണ്. അപ്പോൾ ഒന്നാമതും കിട്ടാൻ 42 അല്ല 24ൽ നിന്ന് പൊതുവ്യത്യാസമായിട്ടുള്ള 18 കുറയ്ക്കുമ്പോൾ 6 കിട്ടും. അപ്പോൾ വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 24ആയി, വീണ്ടും കൂട്ടുമ്പോൾ 42ആയി, വീണ്ടും 18 കൂട്ടുമ്പോൾ 60 കിട്ടും. അപ്പോൾ ശ്രേണി 6, 24, 42, 60 എന്നിങ്ങനെ കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ ആദ്യ പദം തന്നിട്ടില്ല, രണ്ടാം പദം തന്നിട്ടില്ല, മൂന്നാം പദം 24ആണ്, അടുത്ത പദം 42ആണ്. അപ്പോൾ ഇവിടെ ഡി കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഡി കണ്ടെത്താൻ 42ൽ നിന്ന് 24 കുറയ്ക്കുക, നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുമ്പോൾ നമുക്ക് ഡി കിട്ടും. അവിടെയും 18ആണ് പൊതുവ്യത്യാസം വരുന്നത്. അപ്പോൾ ആ ശ്രേണി പൂർത്തിയാക്കാൻ നമുക്ക് രണ്ടാമതും കിട്ടണം. അപ്പോൾ 24ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം, അപ്പോൾ 6 കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ആദ്യപദം കിട്ടുക. അപ്പോൾ 6ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ -12ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ശ്രേണി എങ്ങനെ പറയാം? -12, 6, 24, 42 എന്ന് പറയാം. ഓക്കെ, ഇനി നാലാമത്തത് ആദ്യപദം 42ആണ്, രണ്ടാം പദം തന്നിട്ടില്ല, മൂന്നാം പദം ആദ്യപദം 24ആണ്, തെറ്റിപ്പോയതാണ്. ആദ്യപദം 24ആണ്, രണ്ടാം പദം തന്നിട്ടില്ല, മൂന്നാം പദം 42ആണ്, അവസാന പദം അതായത് നാലാം പദം തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം കണ്ടെത്തണം. പക്ഷേ ഇവിടെ നമ്മൾ മുന്നേ ചെയ്ത ഈ 3 കണക്കും പോലെയല്ല. ഇവിടെ എന്താണ്, തൊട്ടടുത്ത രണ്ട് പദങ്ങൾ തന്നിട്ടില്ല. തൊട്ടടുത്ത രണ്ട് പദങ്ങൾ തന്നപ്പോഴാണ് നമ്മൾ ആദ്യത്തെ 3 കണക്കിൽ പൊതുവ്യത്യാസം കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ തൊട്ടടുത്ത പദങ്ങളല്ല, പകരം ആദ്യ പദവും മൂന്നാം പദമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കണ്ടെത്താൻ നമുക്കറിയാം. എങ്ങനെ അറിയാം? അങ്ങനെ വരുമ്പോൾ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ രണ്ട് പദങ്ങൾ വരുമ്പോൾ പൊതുവ്യത്യാസം കണ്ടെത്താൻ എന്ത് ചെയ്യണം? ആ പദങ്ങളുടെ തന്നിരിക്കുന്ന പദങ്ങളുടെ വ്യത്യാസത്തിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? അവയുടെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ 42ൽ നിന്ന് 24 കുറയ്ക്കുക, 42ൽ നിന്ന് 24 കുറയ്ക്കുക. ഇനിയോ 42ൻ്റെ സ്ഥാനം 3ആണ്, 24ൻ്റെ സ്ഥാനം 1ആണ്. അപ്പോൾ 42 - 24 / 3 - 1 18/2 പൊതുവ്യത്യാസം 9 എന്ന് കിട്ടും. ഇനി പൊതുവ്യത്യാസം 9 ആണെങ്കിൽ ശ്രേണി എന്താ വരിക? ആദ്യ പദം 24ആണ്, 9 കൂട്ടുമ്പോൾ 33ആയി, വീണ്ടും 9 കൂട്ടുമ്പോൾ 42 ആയിരിക്കും, 42ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 51 കിട്ടും. അവിടെയും ശ്രേണി പൂർത്തിയായി. അഞ്ചാമത്തത് രണ്ടാം പദം 24ആണ്, നാലാം പദം 42ആണ്. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി സമം 42 - 24 / 42ൻ്റെ സ്ഥാനം 4, 24ൻ്റെ സ്ഥാനം 2, 42 - 24 / 4 - 2 18/2 9 വരിക അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യ പദം കിട്ടാൻ 24ൽ നിന്ന് പൊതുവ്യത്യാസമായിട്ടുള്ള 9 കുറയ്ക്കുക, അപ്പോൾ 15 കിട്ടും. ശ്രേണിയെ പൂർത്തിയാക്കാം. 15, 24, 9 കൂട്ടുമ്പോൾ 33, വീണ്ടും 9 കൂട്ടുമ്പോൾ 42. അപ്പോൾ ശ്രേണി അങ്ങനെ പൂർത്തിയാവും. ഓക്കെ, ഇനി ആറാമത്തെ കണക്ക് അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ.